ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ജനമോളെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ടോഫി കേക്ക് ഉണ്ടാക്കി. അപ്പോൾ ഡിസംബർ 7-നായിരുന്നു അവളുടെ ബർത്ത്ഡേ. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ അന്ന് ഉണ്ടാക്കിയൊരു ടോഫി കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ 2 കിലോൻ്റെ ടോഫി കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് പ്രഷർ കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ടിന്നിൻ്റെ പാകത്തിന് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അത് ഫ്രിഡ്ജിൽ നന്നായിട്ടൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ തലേന്നേരം ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടോഫി കേക്ക് നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും, പിന്നെ വാനില സ്പഞ്ച് വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ വാനില സ്പഞ്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2 ടയറുള്ള കേക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കേക്കിൻ്റെ കാര്യത്തിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ നമ്മൾ ഐസിങ് ചെയ്യുമ്പോഴാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഈ കേക്കിന്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോഫി തലേ ദിവസം ഉണ്ടാക്കി വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. ഇനി ഇതൊരു 3/4 ടിന്നോളം ടോഫി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ളൊരു ക്രീമാണ് ഈ ടോഫി കേക്കിന് കിട്ടുന്നത്. കണ്ടാൽ തന്നെ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കിയാണ്. ഇനി നമുക്ക് നമ്മുടെ 2 സ്പഞ്ചസും നല്ല 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വാനില സ്പഞ്ചിൻ്റെ കേക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാരണമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ അത് വേണ്ടവർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് പോയി കാണുക. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കേക്ക് നല്ല സോഫ്റ്റാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൽ വേണ്ടാത്ത പോർഷനൊക്കെ ഒഴിവാക്കിയിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. നമ്മുടെ കേക്കെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ഷുഗർ സിറപ്പിന് പകരം ഒരു മിൽക്ക് സിറപ്പാണ്. നമ്മൾ വിപ്പിംഗ് ക്രീമും പിന്നെ ടോഫിയുടെ ക്രീമും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഷുഗർ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു സിറപ്പാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്പ്രെഡ് ചെയ്യാനായിട്ട് നമ്മൾ കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഷുഗർ സിറപ്പിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ടോഫി കേക്കിന് ഈ ഒരു വാട്ടർ സിറപ്പ് കേട്ടോ. നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക കേക്ക്. ഇവിടെ നമ്മുടെ ഈ സ്മൂത്ത് സിൽക്കി നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് അതിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓരോരുത്തരുടെ രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് യൂസ് ചെയ്യാം, ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം ചെറീസ് യൂസ് ചെയ്യാം, ഇഷ്ടപ്രകാരം എന്താണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വൈറ്റ് ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും ആ പ്രൊസീജിയർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്പഞ്ച് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഐസിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ മറ്റേത് മാറ്റി വെച്ചിട്ട് അടുത്ത വാനില സ്പഞ്ചും ഇതേപോലെ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ കോട്ട് ചെയ്യുക. ജസ്റ്റ് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. സെയിം പ്രൊസീജിയർ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടാവും. അപ്പോൾ അതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മൾ അടുത്ത സ്പഞ്ചും നന്നായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് 2 സ്പഞ്ചസും. ഇനി നമ്മളിത് 2 ടയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 ടൂത്ത് പിക്ക് വെച്ചിട്ട് അതൊന്ന് നേരെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ആ ഒരു ടൂത്ത് പിക്കിൻ്റെ മുകളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേറൊരു വലിയൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കേക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഡെക്കറേഷൻ പരിപാടികളാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫ്ലവേഴ്സ്, കുഞ്ഞു ഫ്ലവേഴ്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ താഴത്തെ ലെയറിൽ അങ്ങനത്തെ കുഞ്ഞു ഫ്ലവേഴ്സ് വെച്ചിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മേലത്തെ ലെയറിലും അങ്ങനെ സെയിം ഫ്ലവർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മളൊരു റെഡ് കളറിൽ ഗനാഷയിൽ വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ഇട്ടിട്ട് ആ ഒരു മിക്സറും കൂടി ഒന്ന് ഒരു ഫ്ലവർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വൈറ്റ് റെഡ് കോംബോ കാണാനായിട്ട് ഒരു പ്രത്യേക രസമാണല്ലോ അല്ലേ. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം നമുക്ക് ചെയ്യാവുന്നതാണ്. ഓരോരുത്തരുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. നമ്മളിവിടെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മേലെ അതേപോലെ നമ്മൾ ചെറിയ ഫ്ലവേഴ്സ്, റെഡ് ഫ്ലവേഴ്സ് വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ആ ടോഫിയുടെ ഒരു മിക്സർ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ഒലിച്ചിറങ്ങുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പായിട്ട് ഒറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന രീതിയിലാകുമ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലായിട്ടും ആ ഒരു ടോഫിയുടെ മിക്സർ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇത് ഓപ്ഷണലാട്ടോ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ വേഫേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. 2 തരത്തിലുള്ള വേഫേഴ്സാണ്. റൗണ്ടിലുള്ള വേഫറും നമ്മൾ കട്ടിയിൽ കിട്ടുന്ന വേഫറുമാണ് നമ്മളിത് കുത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ കേക്കാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ 2 ടയർ അല്ലെങ്കിൽ 1 ടയർ ആണെങ്കിൽ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു കേക്ക് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.